കർത്താവിന്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നാം നമ്മുടെ തിരുവചന ധ്യാനത്തിന്റെ 29ാമത്തെ ദിവസമാണല്ലോ നാം എത്തിയിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ 57ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം എത്തിയിരിക്കുന്നത്. തുടർമാനമായിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല, നിങ്ങൾക്കറിയാലോ. നിങ്ങൾ കേൾക്കുന്നത് 57ാമത്തെ ക്ലാസ് ആണ്. രാവിലെയും വൈകിട്ടും വിശ്രമമില്ലാതെ കണ്ടിന്യൂ ആയിട്ടുള്ള ക്ലാസ്സുകൾ നിമിത്തം ശരീരത്തിന് നല്ല ക്ലേശമുണ്ട്, ക്ഷീണമുണ്ട്, കാലിനൽപ്പം നീരുണ്ട്, ബാക്ക് പെയിൻ ഉണ്ട്. എന്നാലും സാരമില്ല, ദൈവവചനം മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഏവർക്കും അവസരം ലഭിക്കുന്നല്ലോ. ഇന്ന് നാം ഒടുവിലത്തെ അധ്യായത്തിലേക്ക് വരികയാണ്. 13ാമത്തെ അധ്യായം, അതിൻ്റെ 1-2 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാലും. നെഹമ്യാവ് 13ാം അധ്യായം, അതിൻ്റെ 1-2 വാക്യങ്ങൾ. അന്ന് ജനം കേൾക്കെ മോശയുടെ പുസ്തകം വായിച്ചതിൽ അമ്മോന്യരും മോവാബ്യരും ദൈവത്തിൻ്റെ സഭയിൽ ഒരു നാളും പ്രവേശിക്കരുത്. അവർ അപ്പവും വെള്ളവും കൊണ്ട് ഇസ്രായേൽ മക്കളെ എതിരേറ്റു വരാതെ അവരെ ശപിക്കേണ്ടതിന് അവർക്ക് വിരോധമായി ബിലയാമിനെ കൂലിക്ക് വിളിച്ചു. എങ്കിലും നമ്മുടെ ദൈവം ആ ശാപത്തെ അനുഗ്രഹമാക്കി എന്നെഴുതിയിരിക്കുന്നത് കണ്ടു. അവിടെ വരയിടണം. എങ്കിലും നമ്മുടെ ദൈവം ആ ശാപത്തെ അനുഗ്രഹമാക്കി എന്നെഴുതിയിരിക്കുന്നത് കണ്ടു. എല്ലാവരുടെയും വേദഭാഗത്തിലേക്ക് നോക്കിയായിട്ട് അതൊന്ന് ഉറക്കെ വായിച്ചാട്ടെ. നിങ്ങളെല്ലാവരും മ്യൂട്ടഡ് ആണ്, നോ പ്രോബ്ലം. എങ്കിലും നമ്മുടെ ദൈവം ആ ശാപത്തെ അനുഗ്രഹമാക്കി എന്നെഴുതിയിരിക്കുന്നത് കണ്ടു. അതിന്മേൽ നിങ്ങൾ ആ കാര്യം ഒന്ന് വെച്ചിട്ട് അത് നിങ്ങളുടേതായിട്ടൊന്ന് പറഞ്ഞാട്ടെ. നിങ്ങളുടെ പേര് പറഞ്ഞാട്ടെ. എങ്കിലും നമ്മുടെ ദൈവം ആ ശാപത്തെ അനുഗ്രഹമാക്കി, എങ്കിലും നമ്മുടെ ദൈവം ആ ശാപത്തെ എനിക്ക് അനുഗ്രഹമാക്കി എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടു. എങ്കിലും ദൈവം നമ്മുടെ ദൈവം ആ ശാപത്തെ പേഴ്സണലൈസ് ചെയ്ത് നമ്മൾ എടുക്കേണ്ട വേദഭാഗമാണ്. ഇന്ന് നാം സാധാരണ കുറിവാക്യം ഓർക്കാറുണ്ട്. അവരുടെ നടുവിൽ നിന്ന് പറഞ്ഞു, എങ്കിലും സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണി. ഒറ്റയ്ക്കാണ് താൻ പറയുന്നതെങ്കിലും വിശ്വാസത്താൽ തൻ്റെ കൂടെ വർക്ക് ചെയ്യുവാൻ ഒരു ജനതയെ കണ്ടുകൊണ്ടാണ് താൻ പറയുന്നത്. അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണി. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. പ്രൈസ് ഗോഡ്. കാഴ്ചപ്പാടുള്ള ഒരു നല്ല മാതൃകയാക്കാൻ കൊള്ളാവുന്ന ഒരു നല്ല ലീഡറായിരുന്നു നെഹമ്യാവ് എന്ന് നമ്മൾ ധാരാളം വ്യത്യസ്ത ആംഗിളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയെക്കുറിച്ചും കാഴ്ചപ്പാടിനെക്കുറിച്ചും പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചും തൻ്റെ സ്വഭാവത്തെക്കുറിച്ചും തൻ്റെ അഡ്മിനിസ്ട്രേഷനിലുള്ള മികവിനെക്കുറിച്ചും തൻ്റെ സമർപ്പണത്തെക്കുറിച്ചും താൻ എത്രമാത്രം വില കൊടുത്തു എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. വിലപ്പെട്ടത് എന്തെങ്കിലും നമുക്ക് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നാം വില കൊടുത്തെങ്കിലേ അത് നടക്കൂ എന്നുള്ള കാര്യം കൂടെ നാം മനസ്സിലാക്കണം. ഇതെല്ലാം ഇറ്റ് ഈസ് ഫ്രീ ബട്ട് നോട്ട് ചീപ്പ്. എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നത് സൗജന്യമായിട്ടാണ്. പക്ഷേ നമ്മളതിന് വളരെ വില കൊടുക്കണം. ദൈവസന്നിധി പ്രൈസ് കൊടുക്കണം. എങ്ങനെ? വിലയ്ക്ക് മേടിക്കുക എന്നുള്ള അർത്ഥമല്ല. ദൈവം ആഗ്രഹിക്കുന്ന ട്രാക്കിലെത്തുകയും ദൈവം ആഗ്രഹിക്കുന്ന സ്വഭാവ രൂപീകരണത്തിലേക്ക് വരേണ്ടതിന് കർത്താവ് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കൂടെ നടക്കാനായിട്ടുള്ള ഒരു സമർപ്പണത്തിലേക്ക് വരുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളുടെ മേൽ കത്തിവെച്ചെങ്കിൽ മാത്രമേ ദൈവ ഇഷ്ടത്തിന് പ്രയോറിറ്റി കൊടുക്കാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. ദൈവ ഇഷ്ടത്തിന് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ ദൈവഹിതം വേഗത്തിൽ നമ്മളിൽ നിറവേറുവാൻ തുടങ്ങും. നമ്മുടെ ഇഷ്ടങ്ങളും മാനുഷ്യ ഇഷ്ടങ്ങളും തമ്മിൽ പലപ്പോഴും ബുദ്ധിയുടെ തുലാസിൽ തൂക്കി മൽപ്പിടുത്തങ്ങൾ നടത്താറുണ്ട്. ദൈവമേ, ഇന്ന കാര്യം കൂടെ നീ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിന്റെ പുറകെ വരാം, ഇന്ന കാര്യം കൂടെ ചെയ്ത് തന്നാ ഞാൻ അങ്ങനെ ചെയ്യാം. ദൈവത്തോടുള്ള സ്നേഹം അൺകണ്ടീഷണലാണ്. ദൈവം നമ്മെ സ്നേഹിച്ചത് അൺകണ്ടീഷണലായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ
വായിച്ച 13-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ആരാധനയെ യഥാസ്ഥാനത്താക്കി അവർ നഷ്ടപ്പെട്ടു പോയ ആ വചനം അവർക്ക് ലഭിക്കാനിടയായി ആഫ്റ്റർ 70 years. ഒന്ന് ചിന്തിച്ചു നോക്കി. ഞാൻ ഈ ഫ്യൂ മന്ത്സ് ബാക്ക് അഹമ്മദാബാദിൽ ഒരു കൺവെൻഷൻ പ്രസംഗിക്കാനായി കടന്നുപോയി. അവിടെ എത്തിയപ്പോൾ ഭുജ്, കച്ച് ഈ ഭാഗങ്ങളിൽ അനേക വർഷങ്ങൾക്ക് മുമ്പ് അവിടെ കർത്താവിൻ്റെ വേല ഞാൻ ചെയ്തപ്പോൾ ദൈവം എനിക്ക് തന്ന ആത്മാക്കളായ ചില കുടുംബങ്ങൾ ഞാൻ അഹമ്മദാബാദിൽ എത്തിയ വിവരം അവരറിയാനിടയായി. അപ്പോൾ എനിക്ക് മെസ്സേജ് ഇട്ടു, പാസ്റ്റർ ജി, നീ ഇവിടെ വരാതെ പോകരുത്, നിന്നെ കാണാൻ ഞങ്ങൾ 10-35 വർഷമായിട്ട് കാത്തിരിക്കുകയാണ്. ഞങ്ങളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഞങ്ങൾക്ക് പിന്നെ നിന്നെ കാണാൻ കഴിയാത്തതിൽ വളരെ വേദനയാണ്, ഒന്ന് വരണം. അപ്പോൾ എനിക്ക് ടിക്കറ്റ് എടുത്ത പ്രിയപ്പെട്ടവൻ പറഞ്ഞു, പാസ്റ്റർ വി വിൽ ഡേറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാം. അവരിത്രയും സങ്കടപ്പെട്ട് പറയുന്നെങ്കിൽ നീ അവരെ കാണാതെ പോകരുത്. സ്തോത്രം. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുൻ കമ്മീഷണർ എന്നോട് പറഞ്ഞു, ടീക്കേ പാസ്റ്റർ, ഞാനും വരാം, ഞാൻ വണ്ടി ഹയർ ചെയ്യാം. ടാക്സി എടുത്ത് ഞങ്ങൾ ഒരു 700 കിലോമീറ്ററോളം ഞങ്ങൾ പോയി. അവരും അവരുടെ സ്ഥലത്തുനിന്ന് 100 കിലോമീറ്ററോളം തിരികെ വന്നു. അന്നത്തെ കാലത്ത് അവരുടെ കുഞ്ഞുങ്ങൾ 2 വയസ്സും 4 വയസ്സും ഒക്കെയുള്ള കുഞ്ഞുങ്ങളായി. ഇപ്പോൾ അവർ മക്കളൊക്കെ ആയി, വലിയ കൊച്ചുങ്ങളൊക്കെ ആയി. അവരെല്ലാം വന്നെന്നെ കണ്ട ഉടനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. പ്രൈസ് ഗോഡ്. ആ 35 വർഷത്തിന് ശേഷമുള്ള ആ ഒരു കൂടിക്കാഴ്ച ഒരു ഭയങ്കര, എല്ലാവരും പൗലോസിനെ കണ്ടപ്പോൾ എല്ലാവരോടും കരഞ്ഞെന്ന് പറഞ്ഞു പോലെ എല്ലാവരുടെ കരച്ചിലായി. സ്തോത്രം. അതിലൊരു കുടുംബം 33 വർഷമായി രഹസ്യമായി പാർക്കുകയാണ്. അവർ ആരാധിക്കാനെങ്ങും പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. സ്തോത്രം. പക്ഷെ അവര് പിന്നെ ഒത്തിരി കുശലങ്ങൾ പറയുന്നതിനേക്കാൾ ഉപരിയായി ഞാൻ പറഞ്ഞു, നമുക്ക് അല്പനേരം മുട്ടുകൂത്താം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എൻ്റെ ഉള്ളം പിടഞ്ഞ് പ്രാർത്ഥിപ്പാനിടയായി. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ചിലർ അഭിഷേകം പ്രാപിച്ചു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിലൊരു മകളുടെ ഇടത് നെഞ്ചിനുള്ളിൽ അതികഠിനമായ വേദന അനുഭവപ്പെടുന്നു. എൻ്റെ ചില സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ശരീരത്തിന് എന്തെങ്കിലും ക്ലേശങ്ങളുണ്ടെങ്കിൽ എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അതേ അനുഭവം എൻ്റെ ശരീരത്തിൽ ഉണ്ടാകാറുണ്ട് ചില സന്ദർഭം. എൻ്റെ നെഞ്ച് പൊട്ടിപ്പോകുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ ചോദിച്ചു, ഇവിടെ ഈ സൈഡിൽ ആർക്കാ വേദനയുള്ളത്? അമ്മകൾ പറഞ്ഞു, എനിക്ക് ഹാർട്ടിന് ഇച്ചിരി പ്രോബ്ലം ഉണ്ട്, കൂടെ എനിക്ക് ചെസ്റ്റ് പെയിൻ വരാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മളെ നിന്റെ കൈ അവിടേക്ക് വയ്ക്കുക. ദൈവത്തിന് സ്തോത്രം. വെച്ച് ഒരു തുള്ളി കണ്ണുനീർ ദൈവസേന വീണ ദൈവമക്കളെ, അന്നേരം അത് സൗഖ്യമായി. ദൈവത്തിന് സ്തോത്രം. അന്നേരം കർത്താവ് അവളെ വിടുവിപ്പാനിടയായി. അവരിൽ ചിലരെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനെ അഭിഷേകത്താൽ നിറച്ചു. വലിയ ആനന്ദം, വലിയ സന്തോഷമുണ്ടാകാനിടയായി തീർന്നു. സ്തോത്രം. അപ്പം നമ്മളെ കാണുന്നവർ ആത്മാവിൽ ജീവിക്കേണ്ടതിന് വേണ്ടി, സ്തോത്രം, നോക്കുക, അന്ന് ദൈവം അവരുടെ ഉള്ളിൽ ഇട്ട വിത്ത് അത് പട്ടുപോകാനിടയായില്ല. പ്രൈസ് ലോർഡ്. ആമേൻ. അവർ കർത്താവിന് വേണ്ടി നിലനിൽക്കുവാനിടയായി തീർന്നു. സ്തോത്രം. കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുക എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി അവരെ പോറ്റിപ്പുലർത്തി സംരക്ഷിച്ച് നിലനിർത്തുക എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതുപോലെ തന്നെയാണ് സോൾ വിന്നിങ്. നിങ്ങൾ നേടുന്ന ആത്മാക്കൾക്ക് വല്ലപ്പോഴും നിങ്ങളുടെ സാന്നിധ്യമോ, നിങ്ങളുടെ ശബ്ദമോ, നിങ്ങളുടെ ഒരു മെസ്സേജോ അവരാഗ്രഹിക്കും. സ്തോത്രം. കാരണം അവർക്ക് കാണാൻ കഴിഞ്ഞ വെളിച്ചവും അനുഭവിക്കാൻ കിട്ടിയ ദൈവസ്നേഹവും ഒക്കെ ആദ്യമായി കിട്ടുന്നത് നിങ്ങളിലൂടെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളായിരിക്കും അവരുടെ സ്പിരിച്വൽ മദർ, നിങ്ങളായിരിക്കും അവരുടെ സ്പിരിച്വൽ ഫാദർ. അതുകൊണ്ട് പല സ്ഥലങ്ങളിലും ദൈവം അയച്ച് സഭകൾ സ്ഥാപിച്ചിട്ടുണ്ട്, ധാരാളം പല സ്ഥലങ്ങളിൽ എൻ്റെ മിഷണറി ജീവിതത്തിൽ. പക്ഷെ അവിടുന്നെല്ലാം ഓർഗനൈസേഷനുകൾക്ക് കൈമാറിക്കഴിഞ്ഞ് അവിടെ പുതിയ പാസ്റ്റേഴ്സും ഒക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം നാളുകൾ കഴിയുമ്പോൾ അവർ ഞങ്ങളെ വിളിച്ച് പറയും, അല്ലെങ്കിൽ മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ കത്തെഴുതും. ഇങ്ങനെ ആദ്യ കാലം പോലുള്ള ഒരു സ്നേഹം കിട്ടുന്നില്ല, കരുതൽ കിട്ടുന്നില്ല, അങ്ങനെ ഒരു ആത്മീയ അനുഗ്രഹം കിട്ടുന്നില്ല എന്ന്. സ്തോത്രം. അങ്ങനെ നമുക്ക് ഫുള്ളി ട്രസ്റ്റ് ചെയ്യാനും പറ്റില്ലല്ലോ. പക്ഷേ അവരെ ക്രിസ്തുവിൽ റൂട്ടഡ് ആക്കി മാറ്റണം.
ക്രിസ്തുവിൽ അവരെ ആഴത്തിൽ വചനത്തിൽ ഉറപ്പിച്ച് നിങ്ങൾ വേരൂന്നി. ഞാൻ പറയാറുള്ളത് പോലെ, അതെ, കഴിഞ്ഞ ദിവസം ജിൻസി ടെസ്റ്റ് മണി പറഞ്ഞു ഞാനും ഇപ്പം മീൻ പിടിക്കാൻ പഠിച്ചു വരിക എന്ന് പറഞ്ഞ മാതിരി പ്രൈസ് ലോർഡ്. അങ്ങനെ ഓരോരുത്തരും ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായി നിലനിൽക്കുവാനുള്ള ദൈവകൃപയ്ക്കായി പ്രാർത്ഥിക്കേണ്ടതായിട്ട് ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. നാം ചിന്തിച്ചു വന്നത് ഇവിടെ നഹമ്യാവ് തിരുവെഴുത്ത് ജനത്തിന് മുമ്പിൽ എസ്രാ മുഖാന്തരവും അവരുടെ സഹശിഷ്യന്മാരും മുഖാന്തരവും വായിക്കുകയും അതിനെ പൊരുള് തിരിച്ചു കൊടുക്കുകയും ഗ്രഹിപ്പിക്കുവാൻ തക്കവണ്ണം മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തതായ ഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷെ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, ഇസ്രായേൽ മക്കൾ ഇങ്ങനെ കനാൻ ദേശത്തേക്ക് വരുമ്പോൾ ഇതാ ബാലാക്ക് രാജാവിൻ്റെ അതിർത്തിയിലൂടെയാണ് അവർ വരുന്നത്. വരുമ്പോൾ ദൈവത്തിൻ്റെ സങ്കടം സൂചിപ്പിക്കുന്ന ഒരു ഭാഗം നമ്മളിവിടെ കാണുന്നുണ്ട്. എന്താണ്? ഈ ജനം വളരെ സ്ട്രഗിളിലൂടെ, വളരെ പെയിൻഫുള്ളായിട്ടുള്ള ജീവിതയാത്ര കഴിഞ്ഞാണ് മിസ്രൈമിൽ നിന്ന് അവർ പുറപ്പെട്ടു വരുന്നത്. സഹോദരങ്ങളെ, നിങ്ങൾ എപ്പോഴും ഓർത്തിരുന്നു കൊള്ളണം, നാം പ്രതികരിക്കാതെ ഇരുന്നാലും ചില സ്ഥലങ്ങളിൽ ദൈവം സ്വമേധയാ കേസെടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. മോശയ്ക്കെതിരെ ചേട്ടനും പെങ്ങളും കൂടെ ഒരു ഡിസ്കഷൻ നടത്തി. മോശം മിണ്ടിയില്ല. എന്താ കാര്യം? തൻ്റെ സെക്കൻഡ് മാരേജ് ഇഷ്യൂ ആയിരുന്നു. ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം കഴിച്ചു. അതിനെ പെങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവൾ കറമ്പിയ. അപ്പോൾ നാത്തൂൻ കറമ്പിയായി പോയത് കൊണ്ട് പെങ്ങൾ എന്ത് ചെയ്തു? ആങ്ങളയോട് കഠിനമായി സംസാരിച്ചു. പെങ്ങള് ഒരു കാലത്ത് തപ്പെടുത്ത് കൊട്ടിയതാണെന്ന് നമുക്കറിയാലോ. പ്രൈസ് ലോർഡ്. വർഷിപ്പ് ലീഡ് ചെയ്ത ആളാണ് മിരിയാം. പക്ഷേ മോശ തൻ്റെ ഇളയ സഹോദരനാണ്. അവൾ നല്ല വർക്കൊക്കെ ചെയ്താണ്. എന്ത് സംഭവിക്കും എൻ്റെ സഹോദരനെന്ന് അറിയാൻ ഞാങ്ങണപ്പെട്ടകത്തിൽ കുഞ്ഞിനെ കൊണ്ട് അമ്മ വെച്ച് ഞാങ്ങണയുടെ ഇടയിൽ വെച്ച് ദൂരത്തുനിന്ന് നോക്കി നിന്നതാണ് മിരിയാം. അപ്പോൾ ഇതുപോലെയാണ് പലരും എന്താ നിനക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന് വിശ്വാസത്തിലേക്ക് ഇറങ്ങിയതിനു ശേഷം നോക്കി നിൽക്കുന്ന ആളുകളുണ്ട്. സ്തോത്രം. ഇപ്പോൾ അവൻ ചത്തു വീഴും എന്ന് ആഗ്രഹിച്ച് ബർബരന്മാർ അത് പൗലോസിന്റെ കയ്യിൽ അണലി ചുറ്റിയപ്പോൾ ഇപ്പോൾ അവൻ ചത്തു വീഴും എന്ന് നോക്കി നിന്നത് എന്താകുമെന്ന് അന്താളിച്ച് നിൽക്കുന്നവരെ പോലെ നിൽക്കുന്നവരുണ്ട്. അവനാ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞുവെന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇന്ന് രാവിലെ സമയവും നീ ആത്മാവിന്റെ അഗ്നിയിൽ കുടഞ്ഞു കളയേണ്ട വിഷയം കുടഞ്ഞു കളഞ്ഞെങ്കിൽ നിന്റെ മനസ്സ് ഫ്രീയാകത്തുൽ മജനഗസിയ. യേശുവിന്റെ നാമത്തിൽ നിന്നെ അലട്ടുന്ന വിഷയങ്ങളൊക്കെ ഇന്ന് രാവിലെ സമയം നീ ആത്മാവിൽ കുടഞ്ഞു കളയണം. കാരണം പൗലോസ് ആമേൻ മെലിത്ത ദ്വീപിലുള്ള അണലിയാൽ മരിക്കാനുള്ളവനല്ല എന്ന് കപ്പലിൽ വെച്ച് പറഞ്ഞു. നീ കൈസറുടെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. പ്രൈസ് ഗോഡ്. നമ്മളോട് അരുളി ചെയ്തിരിക്കുന്ന അരുളപ്പാടുകൾ ഒന്നുപോലും തെറ്റാതെ കൃത്യമായി നിവർത്തിക്കേണ്ടതിന് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോടൊപ്പം സദാ ഉണ്ട് എന്നുള്ള കാര്യം കൂടെ കർത്താവിൻ്റെ മക്കൾ മനസ്സിലാക്കുവാൻ ഞാൻ എളിമയോട് നിങ്ങളെ ഓർപ്പിക്കുകയാണ്. സ്തോത്രം. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ് പലപ്പോഴും നമുക്ക് വ്യക്തമാകാതെ പോകുന്നതും നമുക്ക് അപകടകരമായ ഒരു കാര്യമാണ്. ദൈവം നമ്മളെക്കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നത്? മീഖാ പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ അതേ ബിലയാമെന്ന് ശപിക്കുന്ന ഭാഗമുണ്ട്. അതിൽ നിന്ന് ദൈവം അവരെ റിലീസ് ചെയ്ത കാര്യമൊക്കെ പറഞ്ഞിട്ട് 8-ാം വാക്യത്തിലൂടെ മീഖാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ കാണുന്നു. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ് എഴുതിയിരിക്കുന്നത് അവിടെ? ആമേൻ. നീ മനുഷ്യ അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? നോക്കിക്കേ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ താഴ്മയോടെ നടക്കാൻ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഓ പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഓസ്ട്രേലിയയിലെ മുൻ പ്രസിഡന്റ് ആയിരുന്ന അദ്ദേഹം മിക്ക കൂട്ടായ്മയ്ക്കും പോവും.
ചിലപ്പോൾ അദ്ദേഹം സൈക്കിളിലാണ് പോകാറുള്ളത്. കാനഡയിലുള്ള പ്രസിഡന്റ് ചിലപ്പം മാർക്കറ്റിൽ സൈക്കിളിൽ പോകുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ പല സമയങ്ങളിൽ? സ്തോത്രം. ഒരു എസ്കോട്ടും ഇല്ലാതെ പോകുന്ന കണ്ടിട്ടില്ലേ? ഹമ്പിളായിട്ട് സിമ്പിളായിട്ട് പോകുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇവിടെ പറയുകയാണ്, വേറെ എന്താ ആഗ്രഹിക്കുന്നത്? നീ ദയാതൽപരനായിരിക്കണം. നീ ദൈവത്തിന്റെ സന്നദ്ധിയിൽ നീ താഴ്മയോടെ ജീവിക്കണം. സ്തോത്രം. അപ്പോൾ ഇസ്രായേൽ മക്കളെ ദൈവം ബിറ്ററായിട്ടുള്ള അനുഭവത്തിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ മറ്റൊരാൾ നോവിക്കാൻ ദൈവം സമ്മതിക്കുന്നില്ല. ദൈവത്തിന്റെ കെയർ, എത്ര കെയറാണ് ദൈവം തന്റെ മക്കളെ കുറിച്ച് കൊടുക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അപ്പൊ പെങ്ങള് മൂത്ത സഹോദരനോട് ഫാമിലിക്കകത്ത് ഡിസ്കഷൻ ചെയ്തു. ഇസ്രായേൽ പാളയം വിശാലമായി കിടക്കുകയാണ്, എന്നാലും വീട്ടിനകത്ത് ചെറിയ കുശുകുശുപ്പും പെറുപെറുപ്പും ആരോപണവും ചെറിയ വാഗ്വാദവും ഒക്കെ നടക്കുക. അവർക്കറിയാം മോശ ആരായിരുന്നെന്നൊക്കെ അറിയാം. പ്രൈസ് ഗോഡ്. പക്ഷെ മോശയുടെ പഴയ സ്വഭാവം ഒന്നും അവിടെ ആക്ടിവേറ്റ് ആകുന്നില്ല. എന്താണെന്നറിയാമോ? അതെല്ലാം 40 years മരുഭൂമിയിൽ ട്രെയിനിങ്ങിൽ അതെല്ലാം ഡെഡായി. കാരണം ഒരുവൻ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ പുതിയ സൃഷ്ടിയാണ്. ചില പറഞ്ഞു കേട്ടില്ലേ, എൻ്റെ പഴയ സ്വഭാവത്തിനായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അറിയാതൊക്കെ പറയാറ് ഉണ്ട്. സ്തോത്രം. പക്ഷെ മോസസ് വാസ് സൈലന്റ്. ദൈവം അവരെ 3 പേരെയും വിളിച്ചു, ഇങ്ങോട്ട് വാ, ഇവിടെ വാ. കൂടാരത്തിൽ വരുത്തി ചോദ്യം ചെയ്താൽ നമ്മൾ കാണുന്നുണ്ട്. എൻ്റെ ദാസനായ മോശയോട് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ ശങ്കിക്കാൻ എന്താ? ഞാനൊരു പ്രവാചകനോടോ സ്വപ്നക്കാരനോടോ സംസാരിക്കുമ്പോൾ ഞാൻ അവനോട് സ്വപ്നത്തിലാണ് സംസാരിക്കാറുള്ളത്. പക്ഷേ മോശയോട് ഞാൻ സംസാരിച്ചത് അങ്ങനെയല്ല. ജസ്റ്റ് ലൈക്ക് എ ഫ്രണ്ട്. ഞാൻ എൻ്റെ ഒരു സ്നേഹിതനെ പോലെ ഞാൻ അവനോട് അഭിമുഖമായിട്ടാണ് സംസാരിച്ചത്. ഓ, ഹൗ ഈസ് സോ ക്ലോസ് ടു ഗോഡ്. ദൈവമായിട്ട് എത്രമാത്രമാ ഇന്റിമേസിയിലാണ് മോശയുടെ ജീവിതം. പ്രൈസ് ഗോഡ്. എത്രമാത്രം ദൈവത്തോട് അടുത്ത് ചെല്ലത്തക്കോണം. ഹല്ലേലൂയ. ദൈവത്തോട് എത്രമാത്രം ആ സ്നേഹം കാണിച്ചു നമുക്കറിയാം. ജനം കുരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, ഇങ്ങനെ അഗ്നി ഭൂമി മുഴുവൻ വിറയ്ക്കുന്ന രീതിയിലാണ് ദൈവം സീനായുടെ കൊടുമുടിയിൽ ഇറങ്ങി വന്നത് നമുക്കറിയാം. മോശ പോലും ഭയന്നുപോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ നടുവിൽ നിന്നാണ് ദൈവം മോശയെ വിളിക്കുന്നത്. മോശേ നീ കയറി വാ. അപ്പോ more than 40 lakh people, they all are listening the God's voice. എല്ലാവരും ദൈവശബ്ദം കേൾക്കുകയാണെന്ന് ഓർക്ക. അതിന്റെ നടുവിൽ വെച്ച ദൈവം മോശയെ അഗ്നിക്കകത്തോട്ട് വിളിക്കുന്നത്. പ്രൈസ് ഗോഡ്. ആ സീനായുടെ കൊടുമുടിയിൽ അഗ്നി പ്രമാണം, പലക ദൈവത്തിന്റെ പണിയും, അതിൽ എഴുത്ത് ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതിയതായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആ പ്രമാണത്തിന്റെ പകർപ്പാതയും മക്കളെ എനിക്കും നിങ്ങൾക്കും കിട്ടിയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവശബ്ദം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പുസ്തകമാണ് ദൈവത്തിന്റെ വചനം. ഇതെടുക്കാൻ കിട്ടിയ ഭാഗ്യത്തിന് തുല്യം. ഞാൻ പലപ്പോഴും കിടന്നുറങ്ങുമ്പോൾ ഇത് മാറിൽ വെച്ച് ഞാൻ അതിന്റെ മഹത്വം ആസ്വദിച്ച് കിടന്നുറങ്ങാറുണ്ട്. ഇതെടുക്കാൻ കിട്ടിയ മഹാഭാഗ്യം, ഇത് വായിക്കാൻ കിട്ടിയ മഹാഭാഗ്യം. അതുകൊണ്ടാണ് ഞാൻ എത്ര ക്ഷീണിതനാകണമെങ്കിലും ദൈവത്തിന്റെ വചനം പറയുന്ന കാര്യത്തിൽ എനിക്ക് ഇത്ര ആവേശം. ദൈവത്തിന്റെ സ്തോത്രം. അത് നിങ്ങളിലും കത്തിപ്പടർന്നാൽ, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, കർത്താവേ, മിനിമം 10,000 മിഷണറീസിനെ എങ്കിലും എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് എക്യുപ്പൈ ചെയ്തിട്ട് അങ്ങയുടെ രാജ്യത്തിൽ വരാൻ ഇടയാക്കണേ എന്ന് ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണത്. കാരണം മാതൃകാ ലീഡേഴ്സ് കുറയുന്നു, വേലക്കാരി ഒരുക്കിയെടുക്കുന്ന ചിന്താഗതികൾ നേതൃത്വ നിരക്ക് കുറയുന്നു, അവരുടെ ചിന്തകളെല്ലാം ബിലിയാമിനെ പോലെ മാറി തുടങ്ങിയിരിക്കുന്നു. ഭയാനകം. സോ ഞാൻ ആ ഭാഗത്തുനിന്ന് തിരിച്ചു വരട്ടെ. അതുകൊണ്ട് ദൈവം അവരെ വിളിച്ചിട്ട് അവരെ ഫയർ ചെയ്തു. ചോദിച്ചു, നിങ്ങൾ മോശയോട് സംസാരിക്കുന്നതിൽ ശങ്കിക്കാൻ എന്താ? ഇത് പറഞ്ഞ ഉടനെ മിരിയാമിന്റെ അവളായിരുന്നു
മുന്നിൽ നിന്ന് ഇതിന് നേതൃത്വം നൽകിയത്. നോക്കിയ വീട്ടിൽ കലഹമുണ്ടാക്കാൻ തന്നെ ആസൂത്രിതമായി നിൽക്കുന്ന പല വീടുകളിലും സഹോദരിമാരുണ്ട്. അവർ നേതൃത്വം കൊടുക്കും പ്രശ്നം ഉണ്ടാക്കാൻ. ആങ്ങളമാരെ ചട്ടം കൂട്ടിയിട്ട് പറയണം, അങ്ങനെയല്ല, ഇങ്ങനെ തന്നെ നമ്മൾ പറയണം. അങ്ങനെ പല വീടുകളെ എനിക്കറിയാം. വീണ്ടും ജനനം പ്രാപിച്ച ദൈവത്തിന്റെ പൈതലേ, നിന്റെ ശബ്ദം, നിന്റെ ചിന്ത, നിന്റെ വിചാരങ്ങളെല്ലാം ദൂരത്ത് നിന്ന് നിരൂപിക്കുന്ന കർത്താവുണ്ട്. നിരൂപണങ്ങളെ അറിയുന്ന ദൈവമുണ്ട്. സ്തോത്രം. അതുകൊണ്ട് വചനം പറയുന്നു, യഹോവേ എൻ്റെ വായിലെ വാക്കും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദമായിരിക്കട്ടെ. നമ്മെ എത്ര സ്നേഹിതരാണെന്ന് പറഞ്ഞാലും ദൈവഹിതമില്ലാത്തൊരു കാര്യം സംസാരിക്കാനോ, ദൈവഹിതമില്ലാത്ത ഒരു കാര്യം കേൾക്കാനോ, ദൈവഹിതമില്ലാത്ത ഒരു കാര്യത്തിന് അഭിപ്രായം പറയാനോ നിങ്ങൾ പോകരുത്. ഞാൻ എപ്പോഴും നിങ്ങളോട് താഴ്മയോട് പറയുന്ന കാര്യം വീണ്ടും ആവർത്തിച്ച് പറയുന്നു. ഒരു സ്ഥലത്ത് നിങ്ങളെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിച്ച് ഇരുത്തിയാൽ നിങ്ങൾ ഓർത്തോണം, തൊട്ടിപ്പുറത്ത് കർത്താവ് ഇരിപ്പുണ്ട്. അതുകൊണ്ട് കർത്താവ് ഇവിടെ ഇരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ സംസാരിച്ചാൽ നിങ്ങൾ ചിലത് കേൾക്കും മിണ്ടത്തില്ല. കാരണം ചിലതിന് ഞാൻ നിങ്ങൾ വല്ല ആൻസർ പറയേണ്ടത് കർത്താവാണ്. മഹാദൈവമായ കർത്താവ് വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്നു. തമ്പുരാനെ വിസ്തരിപ്പാനായിട്ട് 5 കോടതിയിൽ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു. ചില കാര്യങ്ങൾക്ക് കർത്താവിനോട് ചോദ്യം ചോദിച്ചപ്പോൾ അവൻ മിണ്ടിയില്ല. അവനൊന്നും പറയായികയാൽ ആശ്ചര്യപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത്. കർത്താവ് പറഞ്ഞു, എനിക്കിപ്പം എൻ്റെ പിതാവിനോട് അപേക്ഷിച്ചാൽ എത്ര അധികം ദൂതന്മാരെ ഇവിടെ ആക്കാൻ പറ്റും. പക്ഷേ ഇത് നിങ്ങളുടെ സമയം ഇരുട്ടിന്റെ നാഴികയുമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ് ഏൽപ്പിക്കപ്പെട്ടത്. നമുക്കറിയാം, 7 ദിവസത്തേക്ക് ഇസ്രായേൽ മക്കളുടെ യാത്ര ബന്ധായി. കൊട്ടക്കീഴിൽ അടച്ചിടാനിടയായി. ആരെയാ? വർഷിപ്പ് ലീഡ് ചെയ്ത ആളിനെ, അതെ, പ്രവാചകിയായ പ്രവാചകിയായ മിരിയാമിനെ 7 ദിവസത്തേക്ക് കൊട്ടക്കീഴിൽ അടച്ചിട്ടു. ചില സന്ദർഭങ്ങളിൽ എൻ്റെയും നിങ്ങളുടെയും ഭവിഷ്യത്വങ്ങൾക്ക് ദൈവം ചില സന്ദർഭങ്ങളിൽ നമ്മളെ അടച്ചിടാറുണ്ട്. അത് നമുക്ക് ദോഷത്തിനല്ല, മുന്നറിയിപ്പിനും തിരുത്തലിനും വേണ്ടി മാത്രമാണ്. അപ്പോൾ ദൈവം നെഹമ്യാവിലൂടെ നമ്മൾ കേൾക്കുന്ന കാര്യം എന്താണ്? ഇസ്രായേൽ മക്കൾ വേദന അനുഭവിച്ച് വന്നതാണ്. ഇനി അവരെ ഒരാൾ നോവിക്കാൻ ദൈവം സമ്മതിക്കുന്നില്ല, ദൈവം ആഗ്രഹിക്കുന്നില്ല. 40 വർഷം മരുഭൂമിയിൽ ട്രെയിനിങ് കിട്ടിയ മോശയെ നോവിക്കാൻ ദൈവം അനുവദിക്കുന്നില്ല. നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാളാണെങ്കിൽ, ദൈവത്തിന് വേണ്ടി ശുഷ്കാന്തിയുള്ള ഒരാളാണെങ്കിൽ, എരിവുള്ള ഒരാളാണെങ്കിൽ, തീഷ്ണതയുള്ള ഒരാളാണെങ്കിൽ, നല്ല മനസ്സോടെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ സമയവും നിങ്ങളുടെ പണവും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും നിങ്ങളുടെ കഴിവുകളും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മറ്റൊരാൾ നോവിച്ചാൽ ദൈവം ഭയങ്കരമായിട്ട് പ്രതികരിക്കും. ദൈവം പറയുന്ന കാര്യം നിങ്ങൾ കേട്ടോ? ഇങ്ങനെ വരുമ്പോൾ ബാലാക്കിന് മനസ്സിലായ ഒരു ജനത ഇങ്ങനെ വന്ന് കിടക്കുകയാണ്. എന്നാൽ ദൈവം ആഗ്രഹിച്ചത് എന്താണ്? ബാലാക്ക് ഇവർക്ക് ദൈവം പറയുന്ന കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഓക്കെ, 2-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, അവർ അപ്പവും വെള്ളവും കൊണ്ട് ഇസ്രായേൽ മക്കളെ എതിരേറ്റു വരാതെ. ദൈവം ആഗ്രഹിച്ചത് എന്തായിരുന്നു? ഇവരുടെ കയ്യിൽ റിസോഴ്സുകളുണ്ട്, ഇവരുടെ കയ്യിൽ നൽകാനുള്ളതുണ്ട്. അവരെന്ത് ചെയ്തില്ല? ഇവർക്കൊരു നേരത്തെ ആഹാരം കൊടുത്തില്ല, അപ്പം കൊടുത്തില്ല. ദൈവം കരുതുന്നത് വേറെ കാര്യം. പക്ഷേ നമ്മൾ ന്യൂ ടെസ്റ്റമെന്റിൽ വായിക്കുന്നു, നന്മ ചെയ്യാൻ അർഹതപ്പെട്ടവർക്ക് നീ ചെയ്യാതിരിക്കുന്നത് പാപമാകുന്നു. അപ്പൊ ദൈവം ആഗ്രഹിച്ചത് അപ്പവും വെള്ളം കൊണ്ട് വരാൻ
ഇവൻ അതിന് പ്രാപ്തി ഉണ്ടായിരുന്നു, പക്ഷെ അത് ചെയ്തില്ല. പിന്നെ എന്താണ് ചെയ്തത്? ആ കാലഘട്ടത്തിൽ പ്രസിദ്ധനായ ഒരു പ്രവാചകനായിരുന്നു ബിലെയാം. ഈ ബിലെയാമിനെ അദ്ദേഹത്തിന്റെ ശുശ്രൂഷയെ കുറിച്ച് അദ്ദേഹം കേട്ടിട്ടുണ്ട്. നീ ശപിക്കുന്നവർ ശപിക്കപ്പെട്ടിരിക്കും, നീ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സംഖ്യാപുസ്തകത്തിലേക്ക് വേഗം വരിക. അവിടെ നമ്മൾ കാണുന്നത് സംഖ്യാപുസ്തകം